ഇന്ത്യയുടെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലും യുഎസിന്റെ സഹമന്ത്രി ജെയ്ക്ക് സള്ളിവനും തമ്മിൽ ഒരു സുപ്രധാന മീറ്റിംഗ് ഈ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന് അടിവരയിടുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. അതായത് ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് AMCA 5ാം തലമുറ പ്രോഗ്രാമിനായി സംയുക്തമായി ഒരു പുതിയ എഞ്ചിൻ വികസിപ്പിക്കാനുള്ള അമേരിക്കയുടെ ആവർത്തിച്ചുള്ള ഓഫറിന്റെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു ഈ മീറ്റിംഗ്. AMCA പ്രോഗ്രാമിനായി ഒരു പുതിയ എഞ്ചിൻ വികസിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ പര്യവേഷണം ചെയ്യുന്നതിനായി ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും നിരവധി വർഷങ്ങൾക്ക് മുമ്പേ ഒരു സംയുക്ത സമിതി രൂപീകരിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ഡിഫൻസ് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്ന ഉയർന്ന ടെക്നോളജി ലെവലുകളുടെ പോരായ്മകൾ കാരണം രണ്ട് രാജ്യങ്ങളുടെയും ചർച്ചകൾ എങ്ങും എത്താതെ പോയി. ഇന്ത്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പ്രാദേശികമായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന F414 എഞ്ചിനുകൾക്ക് 80% ഉയർന്ന നിലവാരത്തിലുള്ള ടെക്നോളജികൾ അംഗീകാരം നേടാനുള്ള ശ്രമങ്ങൾ US ഉദ്യോഗസ്ഥർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ മീറ്റിംഗിൽ ഇന്ത്യയുടെ AMCA പ്രോഗ്രാമിന് വേണ്ടി 80% ഉയർന്ന ടെക്നോളജി ലെവലുകൾ നൽകാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ അമേരിക്ക വാഗ്ദാനം ചെയ്യുന്നത്. ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ സാങ്കേതിക സഹകരണത്തിൽ ഒരു സാധ്യതയുള്ള മുന്നേറ്റമാണ് അടയാളപ്പെടുത്തുന്നത്. പഴയ 4ാം തലമുറ എഞ്ചിനുകളുടെ കേവലം മെച്ചപ്പെടുത്തലുകൾ നിരസിച്ചുകൊണ്ട് ഒരു അത്യാധുനിക എഞ്ചിനുള്ള ഇന്ത്യയുടെ അഭിലാഷത്തെ DRDO ചീഫ് അടുത്തിടെ ഊന്നി പറഞ്ഞിരുന്നു. 6ാം തലമുറ സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തി ആദ്യം മുതൽ ഒരു പുതിയ എഞ്ചിൻ വികസിപ്പിക്കുക എന്നതായിരുന്നു DRDOയുടെ കാഴ്ചപ്പാട്. അതായത് ഈ പുതിയ എഞ്ചിൻ എന്ന് പറയുന്നത് 5ാം തലമുറ AMCAക്ക് മാത്രമല്ല, ഭാവി പ്ലാറ്റ്ഫോമുകൾക്കും കരുത്തു പകരണം. അടുത്ത 40-50 വർഷത്തേക്ക് അതിന്റെ പ്രസക്തി ഉറപ്പാക്കുകയും ചെയ്യണം. എന്നാൽ ഇന്ത്യയുടെ MCA ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമിന് കരുത്തു പകരുന്ന പുതിയ എഞ്ചിൻ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഫ്രഞ്ച് കമ്പനിയായ സഫ്രാൻ നിലവിൽ മുന്നിലാണ്. ഇപ്പോൾ ഈ സമയത്താണ് അമേരിക്കയുടെ ഈ വാഗ്ദാനവും. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെയും US സഹമന്ത്രി ജെയ്ക്ക് സള്ളിവന്റെയും ഈ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന് അടിവരയിടുന്നു. അതുപോലെ തന്നെ ഈ എഞ്ചിന്റെ പ്രൊഡക്ഷൻ, ഡെവലപ്മെന്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നിവയെ പറ്റിയും ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഇതിൽ ഏത് രാജ്യത്തിന്റെ ഓഫറാണ് ഇന്ത്യ സ്വീകരിക്കുക എന്നത് ഇതുവരെയും അന്തിമ തീരുമാനമായിട്ടില്ല. എന്തായാലും നാൾക്കുനാൾ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ഇതൊരു സുപ്രധാന നാഴികക്കല്ലായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.